എങ്ങനെയാണ് ജില്ലയുടെ പലതരം പഞ്ചായത്തുകളിൽ, പലതരം സഹകരണ ബാങ്കുകളിൽ മുസ്ലിം ലീഗുകാരൻ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്താൻ അവർക്ക് ധൈര്യം ലഭിച്ചത്? ആ ധൈര്യം അവരെ ചോദ്യം ചെയ്യാൻ ഒരാളും ഉണ്ടാവില്ല എന്ന ധൈര്യമാണ്. ജനങ്ങൾ ചോദ്യം ചെയ്യില്ല എന്ന ധൈര്യമല്ല. പകരം അവരുടെ പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യൽ സാധ്യമാവില്ല. അഥവാ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഓരോ മുസ്ലിം ലീഗുകാരനും അങ്ങോട്ട് ചോദിക്കാനുള്ള എത്രയോ കണക്കുകളുണ്ട്. അതുകൊണ്ട് ലീഗിനറിയാം, ലീഗിന് വേണ്ടി ഈ നാടിനകത്ത് പിരിവ് നടത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്കറിയാം, അവരുടെ നേതാക്കന്മാരെല്ലാം ഈ ചക്കരക്കുടത്തിൽ കൈയിട്ടവരാണ്. നമ്മുടെ നാട്ടിലൊരു പഴയ ചൊല്ലുണ്ട്, ചക്കരക്കുടത്തിൽ കൈയിട്ട നക്കാത്തവൻ ആരാണ് ണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് സാമ്പത്തികമായ അടിച്ചുമാറ്റലുകൾ, കക്കലുകൾ ചരിത്രത്തിൽ ഇന്നോളം നടത്തിയിട്ടുണ്ട്. ഞാനിത് വെറുതെ ഒരാവേശത്തിന് പറയുന്നതല്ല. ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഒന്നാം പ്രതി അത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലുള്ളവരാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് പള്ളിയിലേക്കാണ് കൊണ്ടുപോവുക. നേരെ ഖബർസ്ഥാനിലേക്ക് മറവ് ചെയ്യാനല്ല, നമസ്കരിക്കാൻ പള്ളിയിലേക്ക് മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോകും. മയ്യത്ത് നമസ്കാരം അഥവാ ജനാസ നമസ്കാരം നടക്കുന്നതിന് മുമ്പ് മുസ്ലിമായ ഒരാളുടെ മൃതദേഹം പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിസ്കാരം, മയ്യത്ത് നമസ്കാരം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായി ഒരു ചോദ്യമുണ്ട്. അതൊരു പക്ഷേ പള്ളിയിലെ ഉസ്താദായിരിക്കാം ചോദിക്കുന്നത്, അതല്ലെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുമിത്രാദികളിൽ ആരെങ്കിലുമായിരിക്കാം ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിങ്ങൾ എത്രയോ മരണാനന്തര ചടങ്ങുകൾ കണ്ടിട്ടുണ്ടാകും. മുസ്ലിം സമുദായത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ മാത്രം നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് ഈ ചോദ്യം. ഈ ചോദ്യം ഇങ്ങനെയാണ്: ഇത് ഇന്നാലിന്ന വ്യക്തിയുടെ ജനാസയാണ്, ഇത് ഇന്ന വ്യക്തിയുടെ മയ്യത്താണ്, ഈ വ്യക്തി നിങ്ങളുമായി ഈ സമൂഹത്തിൽ ദീർഘകാലം ഇടപെട്ട ഒരാളാണ്, ഈ വ്യക്തിയുമായി നിങ്ങൾക്കാർക്കെങ്കിലും മാനസികമായ പ്രയാസമുണ്ടാക്കുന്ന, അഭിപ്രായ വ്യത്യാസമുണ്ടാക്കുന്ന, നിങ്ങൾക്ക് എതിർപ്പ് തോന്നുന്ന എന്തെങ്കിലും ഇടപെടലുകൾ നിങ്ങളോടുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മരണപ്പെട്ട മനുഷ്യന് വേണ്ടി നിങ്ങളത് പുറത്തു കൊടുക്കണം. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യമുണ്ട് ലീഗുകാരാ, അത് നിങ്ങൾക്കും ബാധകമാണ്. എന്തിനും ഏതിനും ഞങ്ങളാണ് സമുദായക്കാർ, ഞങ്ങളാണ് ഇസ്ലാമിന്റെ ആളുകൾ എന്ന് പറയുന്ന ലീഗ് മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് വെക്കും മുമ്പ് രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഈ മനുഷ്യൻ നിങ്ങളുടെ കൂടെ ജീവിച്ച ഒരാളാണ്, അവരുമായി നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ അത് ഈ മനുഷ്യന്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് പൊറുക്കാവുന്ന ചെറുതാണെങ്കിൽ പൊറുത്തു കൊടുക്കണം. അല്ല എങ്കിൽ ഈ മൃതദേഹം ഈ മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് വെക്കും മുമ്പ് നിങ്ങൾ ഇതേ